അക്കൗണ്ടൻസിയുടെ അടുത്ത ക്ലാസ്സിലേക്ക്, 1-ാം ദിവസത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരൊക്കെയാണെന്നുള്ളതും, അതേപോലെ തന്നെ ഇതിന്റെ അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷമുള്ള അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ അതിന്റെ അക്കൗണ്ടൻസിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ വിക്ടേഴ്സ് ചാനലിന്റെ ഒരു ക്ലാസ്സും അതിന്റെ ഇടയ്ക്ക് നടന്നു. അതും മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. നല്ല ക്ലാസ് ആയിരുന്നു. അത് കേൾക്കാത്തവര് യൂട്യൂബ് ലിങ്ക് ഇട്ട് അത് നോക്കിയിട്ട് എല്ലാവരും തന്നെ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ട് അതാത് ദിവസം തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക. നോട്ടും അസൈൻമെന്റും അതാത് ദിവസം തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വലിയൊരു ഭാരമായിട്ട് മാറും പിന്നീട് സ്കൂൾ തുറക്കുമ്പോഴേ. ജനുവരി സ്കൂൾ തുറക്കുന്നു വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി വലിയൊരു ഭാരമായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം അകപ്പാടെ നമുക്ക് 1 മണിക്കൂറോളം മാത്രമേ ക്ലാസ്, അരമണിക്കൂർ വീഡിയോ രാവിലെ 11 മണിക്ക് അരമണിക്കൂർ വീഡിയോ മാത്രമേ ഇടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് നോട്ട് എഴുതാനും കൂടി ഉള്ള സമയം അവിടെ തരുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നോട്ട് എഴുതിയും കൂടി കഴിയേണ്ടതാണ്. നോട്ട് എഴുതുക, കൃത്യമായിട്ട് എഴുതുക. കഴിഞ്ഞ ദിവസങ്ങളിലെ നോട്ട് ഇതുവരെ എഴുതാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. പലരെയും നമ്മളോട് വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് കറക്റ്റ് ടൈമിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ അസൈൻമെന്റ് അസൈൻമെന്റുകളും കറക്റ്റായിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. അറ്റൻഡൻസ് പറയുന്നത് 7:15 അറ്റൻഡൻസ് പറയണം. അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് തരാനായിട്ട് സാധിക്കില്ല. വൈകി വരുന്ന പോലെ തന്നെയാണ്. അതേപോലെ തന്നെ 11 മണിക്കുള്ളത് 11:15 അറ്റൻഡൻസ് പറയാത്തവരെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ, ഇന്ത്യൻ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൽ ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ആണ്. ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ആണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഓണേഴ്സ്, അക്കൗണ്ടിങ് ബിസിനസിന്റെ ഓണർ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, അതേപോലെ തന്നെ മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ തന്നെ എംപ്ലോയീസ്, ഇവരൊക്കെയാണ് ഒരു ബിസിനസിന്റെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ. എക്സ്റ്റേണൽ യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, ക്രെഡിറ്റേഴ്സ്, ബിസിനസിനെ പൈസ തന്ന് സഹായിച്ചിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് ഏജൻസീസ്, ഗവൺമെന്റ് ഏജൻസീസും ടാക്സ് അതോറിറ്റീസ് ഉണ്ടാകും, GST, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, അങ്ങനെ രീതിയിലുള്ള ആൾക്കാരെ, ട്രേഡ് യൂണിയൻസ്, ഇതേപോലെ കൺസ്യൂമേഴ്സ്, സൊസൈറ്റി, റിസർച്ചേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിന്റെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് പറയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ യൂസേഴ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന്റെ കൂടുതലായിട്ട് നമ്മൾ അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് വായിച്ചു നോക്കും. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് അതിന്റെ അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നത്. ഒരു ലിസ്റ്റ് തന്നെ പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. എന്നാൽ ഒന്നുകൂടി ഞാൻ അതിനെ കുറിച്ച് പറയുകയാണ്. മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആരും ഡൗട്ടൊന്നും ചോദിക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം തന്നെയാണ്. ചോദിക്കാം, മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അപ്പം അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അക്കൗണ്ടിങ് കീപ്സ് prompt and systematic record of all transactions. Prompt record of all transactions. എല്ലാ ട്രാൻസാക്ഷന്റെയും പ്രോംപ്റ്റ് ആയിട്ടുള്ളൊരു റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നു. നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രോംപ്റ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് സൂക്ഷിക്കാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ടെന്നാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ബിസിനസ്സിനകത്ത് പ്രധാനമായ മൂല്യമുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് സഹായിക്കുന്നത്. രണ്ടാമതായിട്ട്
accounting helps the management to take business decisions by providing prompt and timely information. Correct ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് കറക്റ്റ് സമയത്ത് കൊടുത്തിട്ട് ബിസിനസിന്റെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റ് തീരുമാനങ്ങൾ, ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഈ നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ആശ്രയിച്ചാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് വളരെയധികം സഹായിക്കുന്നുണ്ടെന്നാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു അസർട്ടൈൻ നെറ്റ് റിസൾട്ട് ഓഫ് ദി ബിസിനസ് ആക്ടിവിറ്റീസ്. ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു നമ്മുടെ നെറ്റ് റിസൾട്ട്, ബിസിനസിന്റെ റിസൾട്ട് തന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതേപോലെ നമ്മുടെ കൈവശമുള്ള ആസ്തി ബാധ്യതകൾ, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അടുത്ത അക്കൗണ്ടിങ് ഡിസ്പ്ലേസ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൈവശം എത്ര പൈസയുണ്ട്, നമ്മുടെ കൈവശം എത്ര ആസ്തികളുണ്ട്, അസറ്റായിട്ട് പല തരത്തിലുള്ള അസറ്റുകൾ എത്രയുണ്ട്, ക്യാഷ് ആവാം, ബാങ്ക് ആവാം, അതേപോലെ ബിൽഡിംഗ് ആവാം, മിഷനറി ആവാം, അങ്ങനെ പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതേപോലെ തന്നെ എത്രമാത്രം നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട്, ബാങ്കിന് പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ഓവർ ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈം. കമ്പാരിസണിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് ബിസിനസിന്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും ഈ വർഷത്തെ പെർഫോമൻസും തമ്മിലൊരു കമ്പാരിസൺ നടത്തുക, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമാണ്. കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വർഷം കുറച്ചുകൂടി ബിസിനസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ള അറിയാനും മറ്റും സഹായിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മുടെ ബിസിനസിന്റെ കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷനുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഒരു ബിസിനസ് വേറൊരു ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് ഒരു കമ്പാരിസൺ നടത്താനോ എല്ലാം തന്നെ നമ്മളെ സഹായിക്കുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അടുത്തത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോർട്ട് എവിഡൻസ് ആണ്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഡേറ്റ് ഓർഡറിലാണ്. അതിന്റെ വെട്ടിത്തിരുത്തലുകളൊന്നും തന്നെ പാടില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു കോടതി ഒരു എവിഡൻസ് ആയിട്ട് തന്നെ ഇത് എടുക്കാറുണ്ട്. കോടതിയിൽ എന്തെങ്കിലും കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വലിയൊരു തെളിവായിട്ട് തന്നെ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പരിഗണിക്കും. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നമ്മൾ എഴുതിയിട്ടുണ്ടാകും, നോട്ട് എഴുതിയിട്ടുണ്ടാവും, അത് കറക്റ്റായിട്ട് വായിച്ചു പഠിക്കും. അടുത്തത് ഇതിന്റെ ലിമിറ്റേഷൻസ്. എല്ലാ കാര്യങ്ങൾക്കും അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ഇവിടെ അക്കൗണ്ടിങ്ങിന് കുറെ ലിമിറ്റേഷൻസ് കുറെ കുറച്ച് ലിമിറ്റേഷൻസ് 4 ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. കുറെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. അതേസമയം തന്നെ അക്കൗണ്ടിങ് എല്ലാം തികഞ്ഞതല്ല, അതിൽ കുറെ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ നമുക്ക് നോക്കാം, റെക്കോർഡിംഗ് പാസ്റ്റ് ഇവന്റ്സ്. കഴിഞ്ഞ കാര്യങ്ങളാണ് റെക്കോർഡിംഗ് പാസ്റ്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല റെക്കോർഡ് ചെയ്യുന്നത്, കഴിഞ്ഞ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിന് അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റഡി എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചതിന് ശേഷം മരിച്ച ആളുടെ ശരീരം കീറി മുറിച്ചിട്ട് അയാൾ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ഉദ്ദേശം. അയാൾ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതിനെ കുറിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താണ്, അതുകൊണ്ട് അയാൾ മരിച്ചാൽ തിരിച്ചു വരിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ അക്കൗണ്ടിംഗ് നടക്കുന്നത് കഴിഞ്ഞ കാര്യം, നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രം, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി മാത്രമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായി, ആ കാര്യങ്ങളൊക്കെ അറിയും. അല്ലാതെ നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം പോസ്റ്റ്മോർട്ടമാണ്, കഴിഞ്ഞ വർഷത്തെ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം സ്റ്റഡിയാണെന്ന് പറയാനുള്ള കാര്യം. മരിച്ചുപോയ ഒരാളെ കുറിച്ച് നമ്മൾ പിന്നെയും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അയാൾ എന്തുകൊണ്ട് മരിച്ചുപോയി നമുക്ക് അറിയാമെന്നല്ലാതെ അയാളെ പിന്നെയും ജീവൻ കൊടുക്കാനൊന്നും ചെയ്യാനായി സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ് നഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു, പക്ഷെ ആ നഷ്ടത്തിലായത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ വർഷം നഷ്ടത്തിലായി അത് പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിന് പോസ്റ്റ്മോർട്ടം
സർവേ എന്നാണ് പറയാറ്. അക്കൗണ്ടിംഗ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ. ഫ്രം ദി ഡിസിഷൻ മേക്കിംഗ് വ്യൂ പോയിന്റ്, information is needed not only of past but also about the present and the future. പഴയ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല, ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല നമുക്ക് അറിയേണ്ടത്, ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമുക്കറിയണം. എന്നാൽ മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കൂ. ഇനിയും അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കൂ. അതേപോലെ തന്നെ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ റെക്കോർഡുകൾ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോവിഡിന്റെ കാലത്ത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിലൊന്നും റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത് ഒരു ഇഷ്യൂ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം കോവിഡ് മൂലം ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു. അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചോ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മൾ അക്കൗണ്ടിങ്ങില് കഴിഞ്ഞ കാര്യങ്ങൾ വരെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം നഷ്ടമുണ്ടായെന്നുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. എത്രയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. അല്ലാതെ ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ആകെപ്പാടെ എഴുതേണ്ട ഒരു കാര്യം ഇതാണ്, റെക്കോർഡിംഗ് പാസ്റ്റ് ഇവന്റ്സ് എന്നാണ് പോയിന്റ്. എന്താണ് അക്കൗണ്ടിംഗ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ എന്നുള്ളത് ലിമിറ്റേഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. അക്കൗണ്ടിംഗ് ഈസ് എ അക്കൗണ്ടിംഗ് ലിമിറ്റേഷൻ റെക്കോർഡിംഗ് പാസ്റ്റ് ഇവന്റ്സ് എന്നാണ് പെൻഡിംഗ് ആയിട്ട് വരുന്നത്. എന്താണ് അക്കൗണ്ടിംഗ് ഈസ് എ പോസ്റ്റ്മോർട്ടം സർവേ. It's not recording future and present events. ഇപ്പൊ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അസംഷനും അക്കൗണ്ടിംഗ് റെക്കോർഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കൂ. ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ റെക്കോർഡിംഗ് ഓൺലി മോണിറ്ററി ഐറ്റംസ്. പണപരമായി മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. It records only transaction which can be recorded in monetary terms. പണപരമായ മൂല്യങ്ങളുള്ള കാര്യം മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ലൈക്ക് മാനേജേഴ്സിന്റെ സ്കില്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സർവീസ് ഓഫ് എക്സ്പേർട്ട്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലെവൽ ഓഫ് കസ്റ്റമേഴ്സ് ആർ നോട്ട് റെക്കോർഡ്. ഇറ്റ് ഈസ് ഓൾസോ റെലവന്റ്. നമ്മൾ നേരത്തെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞാണ് ഇതിന്റെ ലിമിറ്റേഷൻ ആണ്. ഇത് ശരിക്കും നമ്മൾ ഫൈനാൻഷ്യലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം തന്നെ ഒരു എക്സ്പേർട്ടിന്റെ സേവനം, ഒരാൾ റിട്ടയർ ചെയ്ത് പോകുന്ന കാര്യം, അതേപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രയാണ്, അതേപോലെ തന്നെ മാനേജീരിയൽ സ്കില്ലിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ശരിയായ ലിമിറ്റേഷൻ തന്നെ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഒരു അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അത് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ തന്നെയാണ്. അപ്പം രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓൺലി മോണിറ്ററി ഐറ്റംസ്. പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് effect of price level changes are not considered. Effect of price level changes are not considered. Price level ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിയപ്പോൾ എന്താണ് അതിന്റെ വില, അത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നു. അല്ലാതെ ഇപ്പോൾ അതിന്റെ മാർക്കറ്റ് വില എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒരു ലാൻഡ് വാങ്ങി. അത് ലാൻഡ് വാങ്ങിയപ്പോൾ 1 ലക്ഷം രൂപയാണ്
1,00,000 രൂപയ്ക്കാണ് ലാൻഡ് വാങ്ങിയെന്ന് വിചാരിക്കും. ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ലാൻഡിന് വില കൂടുന്നുണ്ടാവും. അപ്പം 10 വർഷം മുമ്പ് 1,00,000 രൂപയ്ക്ക് വാങ്ങിയ ലാൻഡ് നമ്മൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ വിലയായ 1,00,000 രൂപയാണ്. പക്ഷെ ശരിക്കും ഇപ്പോൾ ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 1 കോടി രൂപയൊക്കെ കിട്ടുന്നുണ്ടാവും. 10 വർഷം മുമ്പ് വാങ്ങിയ സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ 1 കോടി രൂപയായിരിക്കും. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കും തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു വെഹിക്കിൾ മേടിച്ചു, ഒരു ലോറി മേടിച്ചു. ലോറി മേടിച്ചപ്പോൾ അത് 30,00,000 രൂപ വിലയുള്ള ലോറിയാണ്. പക്ഷേ അത് ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 30,00,000 പോയിട്ട് ചിലപ്പോൾ ഒരു 3,00,000 രൂപ പോലും കിട്ടുന്നു. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് 30,00,000 രൂപ തന്നെയാണ്. അതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റും പോസിറ്റീവ് ആസ്പെക്റ്റും കൂടെ ആ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ വാങ്ങിയ വിലക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആക്ച്വൽ ആയിട്ട് അതിന്റെ വില എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞത്. ശരിക്കും അതിന്റെ ആക്ച്വൽ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നോക്കേണ്ടത്. ട്രാൻസാക്ഷൻസ് ആർ ഓൾവേസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില, അത് വാങ്ങിയപ്പോൾ എത്രയായി കോസ്റ്റ് എന്നുള്ളതാണ്, അതങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ആൻഡ് നോട്ട് അറ്റ് ദി മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിലല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ്, നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് എന്താണോ അതിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ലിമിറ്റേഷൻ ആണ്. അത് പ്രകാരം നമ്മുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് എല്ലാം തെറ്റാനുള്ള സാധ്യതയാണ്. കാരണം നമ്മൾ ലാൻഡ് വാങ്ങിയത് 1,00,000 രൂപയ്ക്കുള്ള ലാൻഡ് നമ്മൾ വാങ്ങി, അന്ന് വാങ്ങിയത് 10 വർഷം മുമ്പാണ്. നമ്മൾ ഇപ്പോഴും എഴുതുന്നത് 1,00,000 രൂപ ആണ്. ശരിക്കും അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ 1 കോടി രൂപയാണ്. അങ്ങനെയാകുമ്പോൾ ശരിക്കും നമ്മൾ എഴുതേണ്ടത് 1 കോടി രൂപ എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഒരു വെഹിക്കിൾ 35,00,000 രൂപയ്ക്ക് ഒരു ലോറി വാങ്ങി. പക്ഷെ അതിന്റെ വാല്യൂ ഇപ്പോഴുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 3,00,000 രൂപയുള്ള അതിന്റെ വാല്യൂ. അങ്ങനെയാകുമ്പോൾ ശരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അപ്പം എഫക്ട് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. പ്രൈസ് ലെവൽ ഓരോ സാധനത്തിന്റെയും പ്രൈസിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അക്കൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ വാങ്ങിയ എത്ര രൂപയ്ക്കാണ് അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ലിമിറ്റേഷൻ. മൂന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് മെത്തേഡ്സ് നാലാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് മെത്തേഡ്സ്. യൂസ് ഓഫ് ഡിഫറെന്റ് അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ബൈ ഡിഫറെന്റ് ഫേംസ് റെഡ്യൂസ് ദി റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ്. ഓരോ സ്ഥാപനവും പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാറ്. അക്കൗണ്ടിങ്ങിന് വേണ്ടി അക്കൗണ്ടിങ്ങിൽ പല സ്ഥലങ്ങളിലേക്കും പല മെത്തേഡുകൾ വരും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തേയ്മാനം കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ വേണ്ടിയിട്ട് 2-3 മെത്തേഡുകൾ. ഓരോ സ്ഥാപനവും പല മെത്തേഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് തമ്മിലുള്ള ആ റെക്കോർഡിന്റെ റിലയബിലിറ്റി അതിനെ നമുക്ക് കറക്റ്റായിട്ട് ആശ്രയിക്കാനായിട്ട് സാധിക്കില്ല. ഓരോ സ്ഥാപനവും എല്ലാ സ്ഥാപനവും ഒരേ രീതിയിലുള്ള മെത്തേഡുകൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് റിലേ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പല സ്ഥാപനങ്ങളും പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാവുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, ഞാൻ വളരെ കൺഫ്യൂഷൻ ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പലതരത്തിലുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറ്. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകൾ ഓരോ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ റിലയബിലിറ്റി അത് ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ 4 ലിമിറ്റേഷൻസ് ആണ് ഇവിടെ 4 പറഞ്ഞിരിക്കുന്നത്. ഈ 4 ലിമിറ്റേഷൻസ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആണ്. കറക്റ്റായിട്ട് പഠിക്കുക. ഒന്നാമത്തെ റെക്കോർഡിംഗ് പാസ്റ്റ് ഇവന്റ്സ്, പഴയ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് പോസ്റ്റ്മോർട്ടം സർവേ, പോസ്റ്റ്മോർട്ടം സ്റ്റഡി, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെയധികം ആവശ്യമുള്ളതാണ്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ വരുന്നില്ല എന്നുള്ളതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ റെക്കോർഡിംഗ് മോണിറ്ററി ഐറ്റംസ്, പണപരമായ മൂല്യങ്ങളുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. മാനേജീരിയൽ സ്കില്ല്, അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇല്ലാത്തത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ഇഫക്ട് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് റെക്കോർഡ്. അപ്പം ഓരോ സാധനത്തിന്റെയും വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. വാങ്ങിയപ്പോൾ എന്താണ് നമ്മുടെ വില അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ലാസ്റ്റ് വൺ, ഡിഫറെന്റ് മെത്തേഡ്സ്. ഓരോ സ്ഥാപനങ്ങളും പലതരത്തിലുള്ള മെത്തേഡുകൾ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് മുന്നിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കമ്പാരിസൺ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ അതിന്റെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ റിലയബിലിറ്റി, നമ്മൾ അതിനെ റിലേ ചെയ്തിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത. ഓരോ സ്ഥാപനങ്ങളും ഓരോ തരത്തിലുള്ള അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച്
പ്രശ്നങ്ങളുണ്ടാവും. ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്. അടുത്ത ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് ഡിഫറൻസ് ആണ്, അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം ഇതിന്റെ നോട്ടും കൂടി ഇതിന്റെ കൂടുതൽ നിങ്ങൾ എഴുതിയെടുക്കണം. നോട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ തന്നിട്ടുണ്ട്. ആ നോട്ടും കൂടി ഇതിൽ നോക്കി തന്നെ എഴുതണം. കാരണം നിങ്ങൾ പല ആൾക്കാരും നോട്ട് എഴുതുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. നോട്ട് എല്ലാവരും എഴുതുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല.